ശിവന്റെ മകനാണ്. ശിവപാർവതിമാരുടെ മകനാണ് മുത്തപ്പൻ. പക്ഷെ നമ്മൾ എങ്ങനെയാണോ എടുത്ത് വളർത്തിയത് ആ രീതിയിലാണ് വരിക. പക്ഷെ മുത്തപ്പന് പവറാണ് കേട്ടോ. അപ്പോൾ ഇവള് പിന്നെ സ്വപ്നം കാണുന്നത് മുത്തപ്പൻ. അപ്പോൾ ഇവൾക്ക് ഇവള് രണ്ടാമത് ഒരു കുട്ടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ മുത്തപ്പ എനിക്കൊരു മോൻ വേണം, പെൺകുട്ടിയാണ്, മോൻ വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വേണ്ടിയില്ല, ശരിയെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ആൺകുട്ടി ഉണ്ടായി. അപ്പോൾ ആൺകുട്ടി ഉണ്ടായി കഴിഞ്ഞപ്പോൾ മുത്തപ്പൻ്റെ അടുത്ത് കൊണ്ടുപോയി തുറന്നു എന്ന് വിളി പറഞ്ഞു. പഴയ കാലങ്ങളിൽ വെച്ചാരാധന സ്ഥലങ്ങളിലായതല്ലേ കള്ള് കോഴിയൊക്കെ ഇല്ലേ, അത് നമ്മൾ ആരാധിച്ച രീതിയാണ്. അപ്പോൾ നമുക്ക് കൊച്ചിലെ എന്താ തരുന്നത് ആഹാരം നമ്മൾ കഴിക്കുക, മാൻ്റെ ഇറച്ചിയല്ലേ മാംസമല്ലേ കഴിച്ചത്. പിന്നെ ആര്യന്മാർ വന്നപ്പോഴാണ് ഇങ്ങനെ പാടില്ല വേർതിരിവ് വന്നത്. ക്ഷത്രിയര്, ബ്രാഹ്മണര്, വൈശ്യര്, ശൂദ്രര് തിരിച്ചത് ആര്യന്മാരാണ്. ഒരു പട്ടി അവിടെ വന്നിരിക്കും. ആ വീട് ചടങ്ങ് നടക്കുന്ന ആ വീട്ടിൻ്റെ പരിസര പ്രദേശത്ത് പട്ടി ഇല്ലെങ്കിൽ പോലും ഈ ചടങ്ങ് നടക്കുന്ന ദിവസം എവിടെന്നെങ്കിലും ഒരു പട്ടി അവിടെ വരുന്ന ഒരു കാഴ്ച. അമ്മ, അപ്പോൾ ഈ മുത്തപ്പൻ എന്ന് പറയുമ്പോൾ പല ആളുകൾക്കും ഭയങ്കര വൈകാരികമായിട്ടുള്ളൊരു ദേവനാണ് മുത്തപ്പൻ. ഭക്തന്മാർക്ക് അത്രയേറെ കടാക്ഷം കൊടുക്കുന്നൊരു ദേവൻ. ഇപ്പോൾ പറശ്ശിനിക്കടവുമായി ബന്ധപ്പെട്ടൊക്കെ അത്രയേറെ വൈകാരികമായിട്ടാണ് പല ആളുകളും പല ഭക്തന്മാരും നിൽക്കുന്നത്. മുത്തപ്പനെ കുറിച്ച് അമ്മയ്ക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? മുത്തപ്പനെ ഞാൻ പോയിട്ടുണ്ട്, ടൂറൊക്കെ പോയപ്പോൾ മുത്തപ്പൻ്റെ അമ്പലത്തിൽ പോയിട്ടുണ്ട്. പട്ടികൾക്ക് സാധാരണ അമ്പലത്തിൽ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പാടില്ല. പക്ഷെ അവിടെ നിറച്ച് പട്ടികളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ തീർത്തെന്ന് പറഞ്ഞാൽ കള്ളാണ്, നമ്മളൊന്നും ഉപയോഗിക്കാത്ത സാധനം. അപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല. ഞാനെനിക്ക് ടൂർ പോയപ്പോൾ പ്രസാദമായിട്ട് കള്ള തന്നത് കുടിച്ചപ്പോൾ എന്തോ ചൊവ്വ, ഞാൻ ഒന്നും വേണ്ടിയില്ല, പറയാൻ പറ്റില്ലല്ലോ. നിറച്ച് പട്ടികളുണ്ട്. അപ്പം ഞാൻ അവിടുത്തെ ആളോട് ചോദിച്ചു ഇതെന്താ സംഭവം എന്ന് ചോദിച്ചു. അപ്പം മുത്തപ്പൻ്റെ കൂടെയുള്ളതാണ് നായ്ക്കൾ, അത് മുത്തപ്പന് വലിയ ഇഷ്ടം, ആരും ഉപദ്രവിക്കില്ല എന്ന് പറഞ്ഞു. പിന്നെ അവിടുത്തെ പയറും ചായയും കിട്ടി, കട്ടൻ ചായയും പയറും, നല്ല സ്വാദാണ് കഴിക്കാൻ. പയറ് ഇഷ്ടമില്ലാത്തവരും ഇഷ്ടപ്പെടും, നല്ല ടേസ്റ്റ് ഉണ്ട്. അത് അത്രയൊക്കെ എനിക്കറിയാമായിരുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു റിലേഷനിൽ അവർ വീട് താമസത്തിന് മുത്തപ്പനെ വരുത്തി. അപ്പോൾ ആ പുള്ളിയൻ ഭയങ്കര ഈശ്വരസ്ഥ എന്നോട് വലിയ കാര്യമുള്ള ആളാണ്. അപ്പോൾ പറഞ്ഞു മുത്തപ്പൻ വരണമെന്ന് പറഞ്ഞു. അങ്ങനെ മുത്തപ്പൻ വന്നപ്പോൾ ഞാൻ അത് മുഴുവൻ കണ്ടു, മുത്തപ്പൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ കണ്ടു. എനിക്ക് ഭയങ്കര വിശ്വാസമായി. അപ്പോൾ എൻ്റെ ഒരു അച്ഛൻ്റെ പെങ്ങളുണ്ടായിരുന്നു, വയസ്സായതാണ്, പ്രായമായതാണ്. അപ്പം വലിയ കുഴപ്പമൊന്നുമില്ല, ആരോഗ്യമൊക്കെയുള്ള ആളാണ്, 57 വയസ്സായെങ്കിലും. പറഞ്ഞു അടുത്ത കൊല്ലം നമുക്ക് പോവാട്ടോ, നിന്നെയും കൊണ്ടുപോകും അടുത്ത കൊല്ലം എന്ന് പറഞ്ഞു. ഞാനൊന്നും പറയാം, ഞാൻ ചിരിച്ചുള്ളൂ, എനിക്കിത് മനസ്സിലായില്ല എന്താണ്. അപ്പം പറഞ്ഞു ചിരിക്കൊന്നും വേണ്ട, അടുത്ത കൊല്ലം ഞാൻ കൊണ്ടുപോകാണെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു, വേറൊന്നും പറഞ്ഞില്ല. അത് കഴിഞ്ഞ് നീ പ്രശസ്തിയാവും എന്ന് പറഞ്ഞു എന്നോട്. എനിക്ക് മനസ്സിലായില്ല, ശരിയെന്ന് പറഞ്ഞു. ഓ പോന്നു പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ പിന്നത്തെ കൊല്ലാവണതിന് മുമ്പ് അമ്മായി മരിച്ചു. ഫെബ്രുവരിയിൽ മരിച്ചു. ഞങ്ങൾ ഏപ്രിലും കണ്ടത്, ഏപ്രിൽ മാസത്തിലാണോ. പക്ഷേ ഫെബ്രുവരി ആയപ്പോൾ അമ്മായി മരിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി മുത്തപ്പൻ പറഞ്ഞതാണ്. ഞാൻ ഈ കഥയൊക്കെ എൻ്റെ മകൻ്റെ വൈഫിനോട് പറഞ്ഞു. മുത്തപ്പൻ ഭയങ്കരമാണ്, ശിവന്റെ മകനാണ്, ശിവപാർവതിമാരുടെ മകനാണ് മുത്തപ്പൻ. പക്ഷെ നമ്മൾ എങ്ങനെയാണോ എടുത്ത് വളർത്തിയത് ആ രീതിയിലാണ് വരിക. ഇപ്പം നമ്മൾ കുട്ടി എങ്ങനെ വളർത്തുന്നു ആ രീതിയിലല്ലേ കുട്ടി വളരുള്ളൂ. ഇപ്പം ബ്രാഹ്മണനായിട്ട് വളർത്താണെങ്കിൽ ബ്രാഹ്മണനായിട്ട് വളരും, നോണം കഴിച്ചാണെങ്കിൽ നോണായിട്ട് വളരും എന്ന് പറയും. അപ്പോൾ ആ അമ്മയും അച്ഛനും ആ വളർത്തിയത് അച്ഛനും അമ്മയും കള്ളും ഇതൊക്കെ കൊടുക്കുമായിരുന്നു, പൊടിയൊക്കെ കൊടുക്കും. അതാണ് ആ മുത്തപ്പൻ അങ്ങനെ കഴിക്കുന്നത്. പക്ഷേ മുത്തപ്പന് പവറാണ് കേട്ടോ. അപ്പോൾ ഇവള് പിന്നെ സ്വപ്നം കാണാൻ തുടങ്ങി മുത്തപ്പനെ. അപ്പോൾ ഇവള് രണ്ടാമത് ഒരു കുട്ടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ മുത്തപ്പ എനിക്കൊരു മോൻ വേണം, പെൺകുട്ടിയാണ്, മോൻ വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വേണ്ടിയില്ല, ശരിയെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ആൺകുട്ടി ഉണ്ടായി അവന്. അപ്പോൾ ആൺകുട്ടി ഉണ്ടായി കഴിഞ്ഞപ്പോൾ മുത്തപ്പൻ്റെ അടുത്ത് കൊണ്ടുപോയി തൊഴണം എന്ന് വിളി പറഞ്ഞു. അപ്പോൾ എൻ്റെ മകൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ അയ്യപ്പനും സ്വാമിയൊക്കെ ഉണ്ട്, മുത്തപ്പനെ പറ്റിയൊന്നും വിളിക്കാറുണ്ടാ. അപ്പം ഞാൻ പറഞ്ഞു ശരി നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ മുത്തപ്പൻ്റെ അടുത്ത് പോയി. മുത്തപ്പൻ്റെ അടുത്ത് പോയപ്പോൾ ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു രാവിലെ 5:20 അരുളപ്പാട് കേൾക്കാനാണ് നമ്മൾ പോകുന്നത്. അവിടെ ഒറിജിനൽ അല്ലേ, 5:20 പറഞ്ഞു. ശരി ഞങ്ങൾ പോയി. എന്ന് കഴിഞ്ഞപ്പോൾ അന്ന് പറഞ്ഞു ഉത്സവ സമയമാണ്, ഇപ്പോൾ 3:30 ഉണ്ടാവുള്ളൂ, ഞങ്ങൾക്ക് ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ട് പോരാൻ. അപ്പോൾ എന്ത് ചെയ്യും, പോന്നു. നമുക്ക് വിഷമായി, അത് നിൽക്കാൻ പറ്റില്ലല്ലോ, പോന്നു. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് യോഗ ഉണ്ടെങ്കിൽ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ അങ്കമാലൊരു സ്ഥലത്ത് വന്നു മുത്തപ്പൻ, അതായത് ഒരാൾ വരുത്തിയതാണ്. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് കാണാനും പറ്റി, ഇങ്ങനെ അരുളപ്പാടൊക്കെ കേട്ടു, തലയിൽ വെച്ച് അനുഗ്രഹിക്കുകയൊക്കെ ചെയ്തു. അതുപോലെ എന്ത് കാര്യം ഇന്നലെ ഇപ്പോൾ സ്വപ്നം കണ്ടേക്കൊണ്ടു പറഞ്ഞു മുത്തപ്പനെ. എന്ത് കാര്യം വിചാരിച്ച് നടക്കും മുത്തപ്പൻ. എൻ്റെ അവൾക്ക് ഭയങ്കര വിശ്വാസമാണ് മുത്തപ്പനെ. മുത്തപ്പാന്ന് വിളിച്ചാൽ നടക്കും കാര്യങ്ങളൊക്കെ. മുത്തപ്പൻ്റെ ഒരുപാട് പേർക്ക് അനുഭവങ്ങളുണ്ട്. ഭയങ്കര ഞാനൊരു ഹനുമാൻ ഭക്തിയാണ്. മുത്തപ്പനെ വിളിക്കുക, ഞാൻ വിളിക്കില്ല എന്നല്ല, ഹനുമാന നമ്മൾ ഒരാളെ വിശ്വസിക്കുമ്പോൾ അതിൽ കൂടുതൽ വിളിക്കുള്ളൂ എപ്പോഴും. എൻ്റെ ആഞ്ജനേയാന്ന് വിളിക്കുന്നത് ഞാൻ ചെറുപ്പത്തിലുള്ള അനുഭവമാണ്. അപ്പോൾ ഭഗവാൻ എൻ്റെ കാര്യങ്ങൾ നടത്തി തരുന്നുണ്ട്, എന്ത് കാര്യവും. ഇപ്പം നമുക്ക് എന്ത് ബുദ്ധിമുട്ടായാലും ആഞ്ജനേയാന്ന് വിളിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ഭഗവാൻ അതിന് ഒരു കാരണം കാണിച്ചു തരും, ആളെ കാണിച്ചു തരും നമുക്ക്. ഹനുമാൻ്റെ ഒരു ഭക്തിയാണ് ഞാൻ. അപ്പം മുത്തപ്പൻ നല്ല ശക്തിയുണ്ട്, ഭയങ്കര ശക്തിയാണ് മുത്തപ്പൻ്റെ.
മുത്തപ്പന് വിശ്വാസമാണ് എനിക്ക്, നല്ല വിശ്വാസം. അവിടെ ഈ കള്ള് പ്രസാദമായിട്ട് കൊടുക്കുമ്പോൾ ഈ ഉണക്കമീനൊക്കെ അവിടെ ഓ, കൊടുക്കാറ്? അതാ ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ നമ്മൾ ആചരിച്ച മതി. പഴയ കാലങ്ങളിൽ വെച്ചാരാധന സ്ഥലങ്ങളിലകത്തല്ലേ കള്ള് കോഴിയൊക്കെ ഇല്ലേ, അത് നമ്മൾ ആരാധിച്ച രീതിയാണ്. ഇപ്പം നമുക്ക് കൊച്ചിയിലെ എന്താ തരുന്നത് ആഹാരം, അത് നമ്മൾ കഴിക്കുക. ഇപ്പം നമുക്ക് ചെറുപ്പത്തിൽ തൈരും ചോറാണ്, നമുക്ക് അതായിരിക്കും ഇഷ്ടം. ഇപ്പം ഈ മീൻ ഇറച്ചി കൊടുക്കണമെങ്കിൽ ആ കുട്ടികൾക്ക് അതായിരിക്കും ഇഷ്ടം. എന്നുമാതിരി ആ ഭഗവാനെ അങ്ങനെ വളർത്തിയെടുത്തത് കൊണ്ടല്ലേ. പക്ഷെ ശക്തനാണ് ഭഗവാൻ. ഭഗവാൻ കഴിക്കണതല്ല കാര്യം, നമ്മളെ അനുഗ്രഹിക്കണല്ല കാര്യം. ഇപ്പോൾ ഒരു കഥ കേട്ടിട്ടുണ്ട്, അതായത് ഈ മഹാദേവന്റെ ഭക്തനായിട്ടുള്ള ഒരു വേടൻ തൻ്റെ പ്രിയപ്പെട്ട ഭഗവാന് വേണ്ടി നൈവേദ്യമായി കൊടുത്തത് മാംസമായിരുന്നു കേട്ടിട്ടുണ്ട്. അപ്പൊ അതും ഭഗവാൻ സ്വീകരിച്ചിരുന്നു. ഭഗവാൻ ആ വേർതിരിവുകളൊന്നുമില്ല. ഭഗവാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഭഗവാൻ എല്ലാത്തിനും ഉപരിയാണ് ഭഗവാൻ. നമ്മൾ നമ്മുടെ വിശ്വാസം ഓരോന്നും ചെയ്യണു അതല്ലേ, നമ്മൾ വിശ്വസിച്ച ആചാരങ്ങളനുസരിച്ച് ചെയ്യണു, അത് ഭഗവാൻ സ്വീകരിക്കണം. അപ്പോൾ പള്ളികളിൽ മീൻ ഉറച്ചിക്കില്ലേ, അപ്പോൾ അതിനും തെറ്റില്ല. അപ്പോൾ ശ്രീരാമസ്വാമി വനവാസി പോയപ്പോൾ ചിത്രകൂടത്തിൽ വെച്ച് എന്താ കഴിച്ചത് അല്ലേ, മാൻ്റെ ഇറച്ചിയല്ലേ, ആ മാംസമല്ലേ കഴിച്ചത്. പിന്നെ ആര്യന്മാർ വന്നപ്പോഴാണ് ഇങ്ങനെ പാടില്ല വേർതിരിവ് വന്നത്. ക്ഷത്രിയര്, ബ്രാഹ്മണര്, വൈശ്യര്, ശൂദ്രര് തിരിച്ചത് ആര്യന്മാരാണ്. ആര്യ സമാജക്കാരാണ് ഇങ്ങനെ ഉണ്ടാക്കിയത്. അതായത് ക്ഷത്രിയരെ ഭരിക്കുന്നവര്, ബ്രാഹ്മണര് പൂജ ചെയ്ത പുരോഹിതന്മാര്, വൈശ്യര് കച്ചവടം ചെയ്യുന്നവര്, ശൂദ്രര് ഇവരെ സേവിക്കുന്നവരെ, അങ്ങനെ ആക്കി തിരിച്ചത് ആര്യന്മാരാണ്. നമ്മളെല്ലാം ഒരേ മനുഷ്യരാണ്. നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കുമ്പോഴും എന്തായാലും പ്രാർത്ഥിച്ച് കഴിക്കുക. ഭക്ഷണം ഒന്നും കഴിക്കുന്നത് ഞാൻ പറയില്ല, നമുക്ക് ഇഷ്ടമാണെങ്കിൽ കഴിക്കണ്ട, അത്ര തന്നെ. കഴിക്കുന്നവരെ വിമർശിക്കേണ്ട കാര്യമില്ല നമുക്ക്. ഈ ശാക്തേയ പാരമ്പര്യവും വൈദികം മാത്രമല്ലല്ലോ, ഒരുപാട് പാരമ്പര്യം ഉണ്ടല്ലോ. ശാക്തേയത്തിലൊക്കെ നമ്മൾ ഈ പറയുന്ന പോലെ മാംസമൊക്കെയാണല്ലോ. അത് ഇല്ലെങ്കിൽ പോലും പ്രശ്നമാകുന്ന പല ക്ഷേത്രങ്ങളും ഉണ്ട്. പഴയ കാലത്ത് വച്ചാരാധന സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. ഇപ്പം ഇത് കഴിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ കൊടുങ്ങല്ലൂർ കോഴി പണ്ടുണ്ടായിരുന്നു. കോഴി വെട്ടുന്നെന്ന് പറയണത് എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പം കോഴിയെ നടക്കി വയ്ക്കാൻ കോഴി വളർത്തുന്നതോടെ ആളുകളെ കൊണ്ട് കോഴി വെക്കണം. അതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ കോഴിയെ സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ 41 ദിവസം നമ്മുടെ വീട്ടിൽ വെച്ച് വളർത്തി കൊണ്ട് കൊടുക്കണതാണ് ബലമുള്ളത്. ഇത് വേറെ ആൾ സമർപ്പിക്കണം. ഇപ്പോൾ എല്ലാവർക്കും കോഴി വളർത്താൻ പറ്റുമോ? അപ്പോൾ അതൊരു ആചാരമാണ് കോഴി വളർത്തലൊക്കെ. ഇളവൂർ തൂക്കം ഉണ്ടായിട്ടുണ്ട്, ഇളവൂർ തൂക്കം. അപ്പം ഞാൻ കണ്ടിട്ടില്ല, എൻ്റെ ഹസ്ബൻഡ് കണ്ടിട്ടുണ്ട്. പറഞ്ഞു ദേവിയുടെ വിഗ്രഹം വിയർക്കുന്ന അവരുടെ തൂക്കുന്ന സമയത്ത് അത് പവർഫുള്ളായിട്ടല്ലേ. ഇപ്പോൾ അങ്ങനെ മനുഷ്യനൊന്നും ഉപദ്രവിക്കാൻ പാടില്ല, അത് നിർത്തി വെച്ചേക്കണു. പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ അതൊരു ആചാരമായിട്ട് എടുത്തിരുന്നു. അതെ. ഇപ്പൊ മുത്തപ്പനുമായി ബന്ധപ്പെട്ട് ഇപ്പം ഈ വടക്കൻ മലബാറിലോട്ടൊക്കെ ഈ മുത്തപ്പന് കൊടുക്കുക എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട്. അതെ, അങ്ങനെ സമയത്ത് കൊടുക്കുമ്പോൾ അവിടെ ആ ഒരു സമയം രാത്രിയായിരിക്കും ഈ ചടങ്ങ് നടക്കുന്നത്. അപ്പൊ എവിടെന്നെങ്കിലും ഒരു പട്ടി അവിടെ വന്നിരിക്കും. ആ ചടങ്ങ് നടക്കുന്ന ആ വീട്ടിന്റെ പരിസര പ്രദേശത്ത് പട്ടി ഇല്ലെങ്കിൽ പോലും ഈ ചടങ്ങ് നടക്കുന്ന ദിവസം എവിടെന്നെങ്കിലും ഒരു പട്ടി അവിടെ വരുന്ന ഒരു കാഴ്ച ഞങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം അത്രയ്ക്കൊരു പവർഫുൾ ദേവാലയമായിട്ട്. അതെ, എനിക്ക് വേണം മുത്തപ്പൻ്റെ കൂടെ ചെറുപ്പത്തിൽ പട്ടി ഉണ്ടായിരിക്കും കാവലായിട്ട്. അത് അത്രയും ഡീപ്പായിട്ട് നമുക്ക് പറഞ്ഞുകൂടാ അതിനെ പറ്റി. അത് ആലോചിച്ചറിയായിരിക്കും. അതാണ് കഥ. ഭയങ്കര പവർഫുള്ളാണ്. അപ്പൊ അത്രയേറെ ഭക്തന്മാർക്ക് അവിടെ ജാതി മതവും പ്രശ്നങ്ങളും ഒന്നുമില്ല. എല്ലാവരും ഒരുപോലെ പോകുന്നതാണ്. അതെ, എല്ലാവർക്കും ശബരിമലയിലും പോകാലോ എല്ലാവർക്കും. ജാതി പരമൊന്നും ഇല്ലല്ലോ. മുത്തപ്പൻ്റെ അടുത്ത് ചെന്നാൽ നമുക്ക് പ്രത്യേക ഒരു വികാരമാണ്. ചെന്ന് കഴിഞ്ഞാൽ എന്തോ നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് ചെന്ന മാതിരിയാ. ഞാൻ 3-4 പ്രാവശ്യം പോയിട്ടുണ്ട് മുത്തപ്പൻ്റെ അടുത്ത്. ഭയങ്കര പവർഫുള്ളാണ്. മുത്തപ്പൻ്റെ കഥ പറഞ്ഞാൽ തന്നെ നമ്മൾ സ്വപ്നം കാണും മുത്തപ്പൻ വരുന്നതായിട്ട്. അത്രയ്ക്കിതാ. തെയ്യം അതൊക്കെ ഓരോ ആചാരങ്ങളാണ്, ഓരോ നാട്ടിലെ ആചാരങ്ങൾ. ഇവിടെ ആനപ്പുറത്ത് കയറുക, ഇവിടെ തെയ്യമൊക്കെ കണ്ടിട്ടുണ്ട്.